കാണുവാനുള്ള ഒരു അവസരമാണ്. നമുക്ക് അപൂർവമായി മാത്രം ലഭിക്കുന്ന ഒരു അവസരമാണ് ഇത്. നമ്മുടെ കോട്ടയം പ്രസ്തം കുടുംബാംഗങ്ങളുടെ ഈ വ്യക്തിത്വമാണ് നമുക്ക് പരസ്പരം അറിയാനും നമ്മുടെ സ്നേഹം പങ്കിടാനുമുള്ള ഒരു വേദിയാണ്. എല്ലാവരെയും ഈ കുടുംബ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ പരിപാടി ഇവിടെ നടത്തുന്നത് മകം പത്രത്തിന്റെ മുതിർന്ന പത്രപ്രവർത്തകൻ ശ്രീ മലയുടെ മുരളീധരനാണ്. നിരവധി കുടുംബ മേഖലകൾക്കും ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ബഹുമാനപ്പെട്ട അമ്മ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഇതിന്റെ മുഖ്യ അവതാരകരെ ഞാൻ സ്വാഗതം. ആദ്യം ഉദ്ദേശിച്ച് പൊട്ടിക്കുന്നത് ഇവിടെ നോക്കിയാൽ ആക്ഷൻ പറയുമ്പോൾ ചുണ്ടിലെത്തും. ബലൂൺ ചുണ്ടി വെക്കുക. ആക്ഷൻ ഇതൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ഇത് തിരക്ക് പോലെ അകത്ത് കയറ്റി കഴിഞ്ഞാൽ ആരാണ് സ്വന്തം ഇത്രയും പേരാണോ പറവി? അപ്പോൾ ആരംഭിക്കുന്നു. ആക്ഷനോട് ചൂടിൽ വെക്കുന്നു. ഇടിച്ച് ഇങ്ങനെ നിർത്തിക്കുക അവസരം കൊണ്ട് മൂന്ന് പേര് എല്ലാവർക്കും ഇല്ല. 3 പേർക്ക് 10 സെക്കൻഡ് നേരെ 3 നൽകിയ സമ്മാനം നൽകുന്നു. പരമത്തിലൊക്കെ എല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. സഹായിക്കാൻ ലഭിക്കുന്നത് പേരെന്താണ്? ആശയും അതുപോലെ വിഷ്ണുവുമാണ് പുസ്തകത്തിൽ സെക്കൻഡ് എന്നത് ഈ ചർച്ചയിലിരിക്കുമ്പോൾ നിങ്ങളുടെ കൈകൊണ്ടാണ്. മൂന്ന് പേർക്ക് സമ്മാനം നൽകിയാണ് പ്രായമുള്ള മികമിടുക്കനായ ചുരുക്കുള്ള കുട്ട താമസിക്കുന്നത്. വർത്തമാനം പറയാൻ വിമുഖതയുള്ള കുട്ടികൾ വന്നിട്ട് കാര്യമില്ല. നന്നായിട്ട് സംസാരിക്കുന്നത് മാത്രം വരിക. പേരെന്താണ്? എന്നെ നോക്കി ആരും ഒരു വർത്തമാനം പറയണ്ട. അവരോട് പറഞ്ഞാൽ മതി കേട്ടോ. അവർക്കായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. മൈക്ക് കൊണ്ട് കൊടുത്ത് മൈക്ക് പിടിക്കാൻ പറഞ്ഞാൽ സങ്കടം എല്ലാം മൈക്ക് രാവിലെ പോണം. എന്ത് പണിയാ ചെയ്യുന്നത്? ആ പോട്ടെ അമ്മയ്ക്ക് ജോലിയുണ്ട്. രാവിലെ എഴുന്നേറ്റ് കളിക്കാതെ ചായ ഒക്കെ തിളപ്പിക്കുന്ന ആരാ? അച്ഛനാണോ? ആണല്ലേ? അമ്മയും ചെയ്യില്ല. അമ്മ ചെയ്യില്ലല്ലേ? പറഞ്ഞേ, ആരാ ചെയ്യുന്നത്? ചായ തിളപ്പിക്കുന്നത് കറിയൊന്ന് മാറ്റും. ഇതന്നെ കറി. അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇതൊന്നും ഉണ്ടാക്കാൻ പറ്റിയല്ലേ? അമ്മ ഓസ്ട്രേലിയ. ദൈവമേ, ഒന്ന് ഇരിക്കുന്നവരുടെ മുഴുവൻ അമ്മമാർ ഓസ്ട്രേലിയയില്. ചുമ്മാ അല്ലല്ലോ ഇവരെല്ലാം ഇവിടെ കിടന്നിട്ട് ഇങ്ങനെ ഓസ്ട്രേലിയക്ക് പോകാതെ പത്രത്തെ ഇവിടെ നോക്കാൻ ഭാര്യമാരോട്. എന്തായാലും ഓസ്ട്രേലിയ അത് വിളിച്ചിട്ടില്ലെന്ന് പേരാണല്ലോ. വീട്ടില് ആരൊക്കെയുണ്ട്? വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മ വീട്ടിൽ പറഞ്ഞു
പട്ടി പൂച്ച എന്നോടില്ലേ? അതെന്താ പട്ടിയെ വളർത്താതെ? പട്ടിയെ വളർത്താതെന്താ? അച്ഛനെന്താ ജോലി? അച്ഛനോടാ ജോലി? കൈപൊക്കാൻ പറ, മൈക്കിൽ കൂടെ പറ, മൈക്കിൽ കൂടെ പറഞ്ഞേ. കൈപോക്ക് കണ്ടു. സുനിത അല്ലേ? അമ്മനെന്താ ഇപ്പൊ ഉണ്ടാക്കി തന്നെ? രാവിലെ എന്താ കഴിക്കാൻ തന്നെ ഉണ്ടാക്കി തന്നെ? ഉപ്പുമാവൻ എന്തായിരുന്നു കറി? എല്ലാവരും കള്ളടിക്കോ? കള്ളം അച്ഛനെ കഴിക്കോ? മോനിപ്പി ഇപ്പൊ എന്തൊക്കെ പഠിക്കുന്നത്? ഏറ്റവും ചാനലിന് വേണ്ടി പടം എടുക്കാം ഫോട്ടോ. കോട്ടയത്ത് ഏത് ചാനലിലാണ്? മനോരമ ചാനലിന്റെ ആളാണ് അല്ലേ? അത് ശരി. അമ്മ വന്നില്ലേ? അമ്മ വന്നില്ലേ? അമ്മയുടെ കൈ നോക്കിയേ. സീന ജോലിയുണ്ടോ? അമ്മ പോയിട്ടുണ്ട്. കുരുത്തക്കാരെന്താ കാണിക്കുന്നത്? ഓടി നടക്കുന്ന കുരുത്തക്കാരാണോ? ഞാൻ അമ്മ ഓടാൻ പറ്റിയല്ലോ. അമ്മ എങ്ങനെ പറഞ്ഞു ഓടി നടക്കുന്നതിനാണെന്ന് പറഞ്ഞോ? ഇല്ല. ഓണത്തെ രാവിലെ കഴിച്ച് ദോശ സാമ്പാറും ചമ്മന്തി അരച്ചില്ലല്ലേ? ദോശ സാമ്പാറും ഇഷ്ടമാണ്. ഇന്ന് ഉച്ചയ്ക്ക് എന്നാ കഴിക്കാൻ? ഉച്ചയ്ക്ക് സാധനം എന്നാ കഴിക്കുന്നത് സ്കൂളിൽ പോകുമ്പോൾ? ചമ്മന്തിയോ ചോറും കറിയും അല്ലേ? എന്തായാലും വേണ്ടില്ല. മഞ്ഞത്തോട് സഹോദരൻ വേറെ ആരെങ്കിലും അനിയനുണ്ടോ? അനിയത്തിയുണ്ടോ? ഒറ്റയ്ക്ക? ചേച്ചിയുണ്ട്. അത് മതി. ദേവനന്ദൻ. ദേവനന്ദന് ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്? ഒന്നിലാണല്ലേ? ഒന്നാം ക്ലാസ്സോ? ഇതിന് കാണാനൊക്കെ ഒന്ന് പഠിക്കാമോ? അതെ. അച്ഛൻ്റെ പേരെന്താണ്? എന്താ ശ്രീകുമാർ? ഏത് ശ്രീകുമാർ? നമ്മുടെ ഫോട്ടോഗ്രാഫർ ശ്രീകുമാർ. അതെ. അമ്മയുടെ പേരെന്താ? അമ്മയുടെ പേര് ഞാനിപ്പോഴാണ്. അമ്മയുടെ പേര് സജിതയുടെ വീട്ടിലാണ്. ചിലപ്പോൾ വീട്ടിലോട്ട് ആണോ? അതെ. കറി കറിയാണ്. കറിയില്ല. അമ്മ അമ്മയുടെ എത്ര ഇഷ്ടമുള്ള കറിയാണ്? അച്ഛനെന്താ ഉണ്ടാക്കുന്നത്? ഇന്ന് രാവിലെ എന്താ ഉണ്ടാക്കി? ഇന്ന് രാവിലെ എന്താ ഉണ്ടാക്കി അച്ഛൻ? എന്താ പഴം ഉപ്പുമാവും പഴം കൊടുക്കും. അപ്പൊ അച്ഛനുണ്ടോ? ഉണ്ട്. അച്ഛൻ്റെ അച്ഛനുണ്ടോ? പിന്നെ ആരൊക്കെയുണ്ട് വീട്ടിൽ? ആരുമില്ല. കുഴപ്പമില്ല. താങ്ക് യു. താങ്ക് യു. ഹരികുമാർ ജന്മഭൂമി ഹരികുമാർ ആണോ? അമ്മയുടെ വീട്ടിൽ അമ്മയുടെ വീട്ടിൽ അല്ലേ? നമുക്ക് ഏറ്റവും അച്ഛന് സിഗരറ്റ് വലിക്കുമോ? സിഗരറ്റ് വലിക്കുമോ? മോളിരിക്കുമോ? അതുമില്ലേ? ആരാ? ഡോക്ടറാണോ എഞ്ചിനീയറാണോ? ആരാണ് ഇഷ്ടം? പട്ടാളം. അല്ല, രാജ്യസ്നേഹി അല്ലേ? എന്നുള്ളതിനെ കുറിച്ചൊക്കെ സമഗ്രമായ വിലയിരുത്തൽ ഇവിടെ നടത്തിയിട്ടുണ്ട്. ദേവനാരായണൻ. ദേവനാരായണൻ ഫസ്റ്റ് ഗസ്റ്റ്. ദേവനാരായണൻ. കൺഗ്രാറ്റ്. ദേവനാരായണനാണ് ഫസ്റ്റ് മുൻനിരയിലെത്തിയിട്ടുള്ളത്. രണ്ടാം സ്ഥാനത്തിരിക്കുന്നത് അമ്പാടി. യെസ്, അമ്പാടി. ഇതാണ് സത്യം. അമ്പാടി രണ്ടാമത്തിരിക്കുന്നു. ദേവനന്ദൻ മൂന്നാമത് സ്ഥാനത്തെത്തിയിരിക്കുന്നു. ഫസ്റ്റ് ദേവനാരായണൻ സമാനം സ്വീകരിച്ചാലും സെക്കൻഡ് അമ്പാടി. ഒരു കയ്യടിക്കൊരു ആക്കം പോലെ. മൂന്നാം സ്ഥാനം ദേവനന്ദൻ. മൂന്ന് വിജയികളെയും അഭിനന്ദിക്കുന്നു. പങ്കെടുത്ത മുഴുവൻ പേർക്ക് സമ്മാനം നൽകുന്നു.
Thank you.